ഇത് കണ്ടോ, ഇത് കണ്ടോ, ഇത് കണ്ടോ? ഇത് മൊത്തം നമുക്ക് മൈൻ ചെയ്തെടുക്കേണ്ടതാണ്. അത് കഴിഞ്ഞിട്ട് കാണാം. ഞാനങ്ങനെ മൈൻ ചെയ്തിട്ട് വന്നിട്ടുണ്ട്. എൻ്റെ കയ്യിൽ അങ്ങനെ 4 സ്റ്റാക്ക് കോഡ്സും പിന്നെ ഒരു സ്റ്റാക്കില്ല ഏകദേശം ഒരു സ്റ്റാക്ക് ഗോൾഡും ഉണ്ട്. ഇത് നമുക്കിനി ബ്ലോക്ക് ആക്കണം. ബ്ലോക്ക് ആക്കുന്നതിനകത്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിന്ന് നമ്മുടെ ബേസ് അങ്ങനെ പുതുക്കി പണിയാൻ പോവുകയാണ്. നിങ്ങൾക്കറിയായിരിക്കും എൻ്റെ ബേസല്ല, ഞാൻ സ്പോൺ ആയത് തന്നെ ഒരു ഫോർട്രസ്സിനകത്താണ്. അത് നമ്മളങ്ങനെ ഒന്ന് പുതുക്കി ബേസ് ആക്കാൻ പോവുകയാണ്. ഞാൻ വിചാരിക്കുന്നത് നമ്മുടെ കോഡ്സ് ബ്ലോക്കും കൊണ്ട് മതിലൊക്കെ പണിയാനാണ്. പിന്നെ പറ്റുമെങ്കിൽ ഈ ഡയമണ്ടും കൊണ്ട് ഒരു 2 ബ്ലോക്കെങ്കിലും ഉണ്ടാക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും അതുകൊണ്ടും ബിൽഡ് ചെയ്യണം. ഏതായാലും ഞാൻ കുറച്ച് ഓഫ് ക്യാമറയിലും മൈനിങ്ങിനൊക്കെ പോയായിരുന്നു. അതുകൊണ്ട് എനിക്കിപ്പം കിട്ടത്തില്ലല്ലേ, ബ്ലോക്ക് ഉണ്ടാക്കാൻ പറ്റത്തില്ല. അതവിടെ തന്നെ വെച്ചേക്കാം. നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും മൈനിങ്ങിന് പോകാം. ഞാൻ ഓഫ് ക്യാമറയിൽ ഇരുന്ന് ഭയങ്കര ഇതായിരുന്നു. മറ്റേ എന്നായിരുന്നു എന്നാ ഇനി പറയുന്നതന്നെ, ഞാനൊരു ഗോൾഡൻ ബൂട്ട് ഇട്ടിട്ടുണ്ട്. അത് കാരണം പേടിക്കാനില്ല. നേരത്തെ ഇതില്ലാതെ നമുക്ക് ഈ നെതർ ഇറങ്ങാൻ പറ്റത്തില്ല. ഇറങ്ങിക്കഴിഞ്ഞാൽ സ്പോട്ടി ഡെറ്റാണ്. ഞാൻ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടല്ലോ, ഇഷ്ടം പോലെ ഉണ്ടല്ലോ. ഈ ഗോൾഡൊക്കെ നമുക്ക് തിരിച്ച് വരുമ്പോൾ എടുക്കാം. അന്നേരത്തേക്ക് ഇവന്മാർ ഡിസ്പോൺ ആയി കാണും. ഞാൻ എക്സ്പ്ലോറിങ്ങിലായിരുന്നു. ഓഫ് ക്യാമറയിൽ ഇരുന്ന് ഭയങ്കര എക്സ്പ്ലോറിങ്ങിലായിരുന്നു. അങ്ങനെ ഞാൻ ഒരു ഭയം കണ്ടുപിടിച്ചിട്ടുണ്ട്. അതാണ് നിങ്ങൾ കണ്ടോ. ഒരു പിക്കാക്സ് എടുക്കാൻ ഞാൻ മറന്നു. അതായത് ഒരു പിക്കാക്സ് ഉണ്ടാക്കിക്കൊണ്ട് നമുക്ക് മൈനിങ്ങിനൊക്കെ ആവശ്യം വരും. വല്ലതും ഗോൾഡ് ബ്ലോക്കൊക്കെ മൈൻ ചെയ്യണമെങ്കിലേ. ഇങ്ങനെ നമ്മൾ എത്തിയിട്ടുണ്ട്. ഞാനിവിടെ ഒരു ബ്രിഡ്ജ് പോലെയൊക്കെ പണിത് വെച്ച് സൈഡിൽ കുറച്ച് ബ്ലോക്കൊക്കെ വെച്ചിട്ടുണ്ട് താഴെ പോകാതിരിക്കാൻ വേണ്ടി. നിങ്ങൾക്കറിയാലോ എൻ്റെ സ്വഭാവം. പിന്നെ ഞാൻ ഇവിടെ ഇങ്ങനെ താഴ്ത്തി ബ്ലോക്ക് വെച്ച് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കാഴ്ചയൊക്കെ കാണാൻ വേണ്ടിയാണ്. എന്നെ ആർക്കും കാണത്തില്ലെന്നാണ് എൻ്റെ വിശ്വാസം. ഗാസ്റ്റൊന്നും കാണത്തില്ലായിരിക്കും. കണ്ടാൽ നമ്മൾ എന്നെ ബോളൊന്ന് കൊല്ലും. ഏതായാലും നമുക്ക് താഴോട്ട് ചെന്നിട്ട് ഇച്ചിരി മറ്റേ ബ്ലാക്ക് സ്റ്റോൺ അല്ലേ, ഈ സാധനം ഇവിടെ നിന്ന് മൈൻ ചെയ്യുന്നത് അപകടമാണ്. എന്നെ അവന്മാർ എറിഞ്ഞിടും. അതാണ് താഴോട്ട് ഇച്ചിരിയും കൂടെ പോയിട്ട് നമുക്കൊരു ഓപ്പൺ ഏരിയ അല്ലാതെ നമുക്ക് നോക്കാം. കാണുന്നതൊന്ന് ഇവിടെ ബ്ലോക്ക് വെച്ചേക്കാം. നമുക്ക് താഴോട്ടൊക്കെ ഒന്ന് മൈൻ ചെയ്ത് നോക്കാം. താഴോട്ട് ഇഷ്ടം പോലെ ബ്ലാക്ക് സ്റ്റോൺ കാണുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇതല്ലേ ബ്ലാക്ക് സ്റ്റോൺ ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഏതായാലും ഇങ്ങോട്ട് ഇഷ്ടം പോലെ ഉണ്ട്. എന്നെ കണ്ടെന്ന് വന്നെയാണ്. കുഴപ്പമില്ല, ബ്ലോക്ക് വെച്ചല്ലോ. ഇനി നമുക്ക് പേടിക്കാനൊന്നുമില്ല. ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. നമുക്കിതൊക്കെ മൈൻ ചെയ്തുകൊണ്ട് പോകണം. എന്നിട്ട് നമ്മുടെ ബേസ് പണിയാൻ നേരത്ത് വെച്ച് കഴിഞ്ഞാൽ പണിയുമില്ല, പുതുക്കാൻ നേരത്ത് ഇതിൻ്റെ ആവശ്യമൊക്കെ വരും. കാരണം ഇത് ബിൽഡിങ്ങിൽ നല്ലൊരു ബ്ലോക്കാണ്. ഇച്ചിരി ബസാൾട്ടും കൂടെ നമുക്ക് എടുത്തുകൊണ്ട് വെക്കാം. വല്ല ആവശ്യം വരാതിരിക്കത്തില്ല. നമുക്ക് എല്ലാം പണി ചെയ്തുകൊണ്ട് പിക്കാക്സ് ഇട്ടിട്ടുണ്ട്. ഏതായാലും എന്നാൽ ഇത്രയും മതി. ഇതും കൂടെ മൂടിയേക്ക്. അല്ലെങ്കിൽ ഞാൻ പിന്നെ എപ്പോഴെങ്കിലും വരുമ്പം ഇവിടെ കറക്റ്റ് ഏതെങ്കിലും ഒരു മോബ് സ്പോൺ ആയിട്ടുണ്ടായിരിക്കും. എന്നിട്ട് അവന്മാരെ എന്നെ കൊല്ലുകയും ചെയ്യും. ഏതായാലും നമുക്ക് മണ്ടയിലോട്ട് പോയേക്കാല്ലേ. അയ്യോ, എൻ്റെ പിക്കാക്സും പൊട്ടിയിൽ അത് അതും കൂടെ ഉണ്ടാക്കിയിട്ട് അല്ലെങ്കിൽ പോകാം. അതാണ് നല്ലത്. അല്ലെങ്കിൽ എപ്പം വേണമെങ്കിലും വയ്യാവേലികൾ വരാം നമ്മുടെ വഴിയിൽ. നമ്മളത് തന്നെ എപ്പോഴും പ്രിപ്പയർ ആയിട്ട് വേണം പോകാൻ. ഏതായാലും എൻ്റെ ഈ കുറച്ച് സ്റ്റിക്സ് ഉണ്ടാക്കാൻ നമുക്ക് ഇനി നമുക്ക് സ്റ്റോൺ ഐറ്റംസ് നമ്മൾ ഉച്ചാകാൻ തുടങ്ങിയിരിക്കുന്നു. അങ്ങനെ നമ്മൾ വുഡിൽ നിന്ന് സ്റ്റോൺ ആയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ പോകാം. ഇതുണ്ട് ഇവിടെയൊക്കെ ഇഷ്ടം പോലെ നമുക്ക് ഇനിയും മൈൻ ചെയ്യാൻ കിടക്കുന്നുണ്ട്. ഇതുണ്ടോ മണ്ടയിലൊക്കെ കണ്ടോ. മണ്ടയിലൊക്കെ നമുക്ക് സുഖമായിട്ട് ബ്ലാക്ക് സ്റ്റോൺ മൊത്തം എടുത്തുകൊണ്ട് പോകാം. ഏതായാലും ഇപ്പം എൻ്റെ കയ്യിൽ ഒരു സ്റ്റാക്ക് അടുപ്പിച്ചുണ്ട്. മീൻസ് ഒരു സ്റ്റാക്ക് ഇല്ലെങ്കിലും കറക്റ്റ് ഒരു സ്റ്റാക്കുണ്ട്, മനസ്സിലായാലും. പിന്നെ പോകുന്ന വഴിയിലെങ്ങാണ്ട് ഒരു സോൾ സോയിൽ ബയോമും കൂടെ ഉണ്ട്. അവിടെ നിന്ന് ഇച്ചിരി സോൾ സോയിലും കൂടെ എടുക്കുകയാണെങ്കിൽ നമുക്ക് മറ്റേ നീല ടോർച്ച് ഉണ്ടാക്കാം. അത് നമ്മുടെ ബേസിലൊക്കെ വെക്കുകയാണെങ്കിൽ പിന്നെ ഈ വേറെ മോബ്സ് ഒന്നും സ്പോൺ ആകത്തില്ല അകത്ത്. അതായിരിക്കും ഇച്ചിരി. ഇതാരോ പൊട്ടിച്ചേ, നമ്മുടെ ബ്രിഡ്ജ് ആരോ പൊട്ടിച്ചിട്ടുണ്ട്. ഇതുണ്ട് ഞാൻ തന്നെയാണ്. ഞാൻ വന്നപ്പോൾ ഒന്നും പൊട്ടിച്ചില്ലല്ലോ. ഇനി ഗാസ്റ്റ എടാ എന്നെ കാണാല്ലേ. ഓടിക്കുക. അതാണ് നല്ലത്. ഇപ്പം വെക്കാൻ കഴിഞ്ഞാൽ എന്നെയും കൂടെ പാപ്പിക്കാതെ. ഏതായാലും നമുക്ക് പോകാം. ഞാൻ നല്ല സീനറിയൊക്കെ കണ്ടു പോകാമെന്ന് വിചാരിച്ച് അവിടെ സ്പേസ് കിട്ടേ. ഇനി അതും കൂടെ മൂടേണ്ടി വരുമല്ലോ. പിന്നെ പരിപാടിയല്ലേ. ഇനി കണ്ണിൽ കാണുന്ന ബ്ലോക്കെല്ലാം മൈൻ ചെയ്തുകൊണ്ട് പോകാം. ഇവിടെ കുറച്ച് സോൾ സോയിൽ ഇരിക്കുന്നുണ്ട്. അത് നമുക്ക് എടുത്തുകൊണ്ട് പോകാം. ടോർച്ച് ഉണ്ടാക്കാൻ വീട്ടിൽ ചെന്ന്
ആ വീട്ടിൽ എത്തിയപ്പോൾ ആ കാര്യം ഓർക്കുന്നത്, ടോർച്ച് ഉണ്ടാക്കണമെങ്കിൽ നമ്മുടെ കോള് വേണം. ഈ സോൾ സോയിലും കൊണ്ട് ഉണ്ടാക്കണമെങ്കിലും കോള് വേണം. ഞാൻ വിചാരിച്ചു ഈ സോൾ സോയിലും പിന്നെ ഒരു സ്റ്റിക്ക് മതിയെന്ന ടോർച്ച് ഉണ്ടാക്കണമെങ്കിൽ. നമുക്കിനി ഇതും കൊണ്ട് ചാർക്കോൾ ഉണ്ടാക്കാൻ പറ്റുമോ? എനിക്കിനി ഈ ബ്ലോക്ക് താഴോട്ട് വെക്കാൻ പറ്റാത്തേ. ഈ ബ്ലോക്കും കൊണ്ട് ഇനി കത്തിക്കാൻ പറ്റത്തില്ലേ? ഞെതറിയിട്ട ഈ മരത്തിൻ്റെ ബ്ലോക്കും കൊണ്ട് നമുക്ക് കത്തിക്കാൻ പറ്റത്തില്ല. ആ കാര്യം ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. ഏതായാലും നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിലൂടെ പഠിക്കാൻ പറ്റുന്നുണ്ടല്ലോ. ഇല്ല, പറ്റൂല. എനിക്ക് പ്ലാങ്കും വെക്കാൻ പറ്റുന്നില്ല. ഇനി നമുക്ക് നോക്കാം എന്നാ ചെയ്യേണ്ടതെന്ന്. ഏതായാലും ഇത് നമുക്ക് ഇവിടെ വേറെ വല്ലതും പറ്റുമോ പരിപാടി? ഇല്ലല്ലേ, വേറെ ഒന്നും കാണിക്കുന്നില്ല. നമുക്കെന്നാ ഇനി കിട്ടിയ ഈ കോഡ്സും കൊണ്ടൊക്കെ ബ്ലോക്ക് ആക്കിയിട്ട് ഈ പെട്ടിക്കകത്ത് വെക്കാം. എൻ്റെ കയ്യിൽ ഇപ്പം 15 ഇൻഗട്ടല്ലല്ലോ, നഗട്ടും ഉണ്ട്, ഗോൾഡ് നഗട്ട്. അതും കൊണ്ട് നമുക്ക് ഒരു ഗോൾഡ് ഇൻഗട്ട് ഉണ്ടാക്കാൻ പറ്റുവാണെങ്കിൽ നമുക്കൊരു ഗോൾഡ് ബ്ലോക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. ഇനി ഗോൾഡ് ഉണ്ടാക്കാൻ പറ്റും. ആവെണ്ണം ബാക്കിയുണ്ടല്ലേ. ഒരു ബ്ലോക്ക് ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നേ. അത് ഒരെണ്ണേ പറ്റത്തുള്ളൂ. നമുക്ക് ബാക്കി പിന്നെ എപ്പോഴെങ്കിലും ഉണ്ടാക്കാം, അതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ഇപ്പം ഞാൻ ഇച്ചിരിയും കൂടെ മൈനിങ്ങിന് പോയി കഴിഞ്ഞാൽ എൻ്റെ വീഡിയോ ഇടാനുള്ള സമയം കൂടും. അത് തന്നെയാണ്. ഇനി ഇത് എടുത്തിൻ്റെ അകത്ത് വെച്ചേക്കാം. ഇനി നമ്മുടെ പരിപാടി തുടങ്ങാം. ഞാൻ ഇവിടെ ആയിട്ടൊരു ബ്ലോക്ക് വെക്കാൻ പറ്റും. ഇങ്ങനെ ബ്ലോക്ക് വെക്കുകയാണെങ്കിൽ നമുക്ക് ഇച്ചിരിയും കൂടെ സുരക്ഷ കിട്ടും, ഡബിൾ സുരക്ഷ കിട്ടും. അതാണെങ്കിൽ പിന്നെ നമ്മൾ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു മോവും വരത്തില്ല. എല്ലാം ഈ മറ്റേ തീ തൂപ്പുന്ന സാധനം വല്ലതും വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ പറപ്പിച്ചുകൊണ്ടിരിക്കും. പിന്നെ വിതസ്കലറ്റം വന്നാൽ അതിലും പാടാം. വിതസ്കലറ്റം വന്നാലും ബ്ലേസ് വന്നാലും പാടാം. ബ്ലേസ് വന്നാൽ ഏതെങ്കിലും മൂലയിൽ നിന്ന് സ്നൈപ്പ് ചെയ്തിട്ടും നമ്മളെ. ഇവിടെയും കൂടെ ബ്ലോക്ക് വെച്ചേക്കാം. നമുക്ക് ട്രിപ്പിൾ മറ്റേ നമ്മുടെ സെക്യൂരിറ്റിന് ട്രിപ്പിൾ സ്ട്രോങ് ആണ്. അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. ഇവിടെ നിന്നും കൂടെ ഇച്ചിരി ബ്ലോക്ക് എടുത്ത് മാറ്റിയേക്കാം. അതാണെങ്കിൽ നമുക്ക് അവന്മാർ വരുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ താഴെ നിന്ന് ഇങ്ങനെ ഇരുന്ന് നോക്കാമല്ലോ. ഞാൻ എൻ്റെ പരിപാടി തുടങ്ങിയിട്ടുണ്ട്. നിങ്ങളെ ഞാൻ കാണിക്കുന്നില്ല, നിങ്ങളെ കാണിച്ച് ഞാൻ ബോറടിപ്പിക്കുന്നില്ല. ഏതായാലും ഞാൻ ഈ ഭാഗം ഒന്ന് തീർത്തിട്ട് കാണിക്കാം. ഈ ഭാഗം മൊത്തം ഞാൻ തീർത്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ കണ്ടിട്ടൊരു ചെറിയ കക്കൂസിൻ്റെ ഒരു ലുക്ക്. കാരണം ഈ കക്കൂസ് മൊത്തം വെള്ളക്കയിലും കൊണ്ടൊക്കെ അല്ലേ ഇരിക്കുന്നത്, അതുപോലെ ഇരിക്കുന്നത്. ഇവിടെ നമുക്ക് ഏതായാലും ഒരു ബ്രിഡ്ജൊക്കെ പണിത് വെച്ചേക്കാം. അതായിരിക്കും ഇച്ചിരിയും കൂടെ നല്ലത്. എൻ്റെ ഹൈറ്റ് ഇച്ചിരി കൂടുതലല്ലേ, താഴോട്ട് ചെയ്യണം. ഇതും കൂടെ വെച്ചാൽ നമ്മുടെ മതിലിൻ്റെ പരിപാടിയെല്ലാം തീർന്നിട്ടുണ്ട്. ഇനി നമ്മുടെ പരിപാടി മൊത്തം റൂഫിലാണ്. ഇതും കൂടെ ഒന്ന് ശരിയാക്കിയിട്ട് കാണിക്കാം. അങ്ങനെ അത് ഞാൻ ശരിയാക്കിയിട്ടുണ്ട്. ഇനി നമ്മുടെ പരിപാടി മൊത്തം നമ്മുടെ ഇനി നമ്മുടെ പരിപാടി മൊത്തം ഫ്ലോറിനാണ്. നല്ല മാർബിൾ ഒക്കെ ഞാൻ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതും കൂടെ വെച്ച് തീർക്കാം. നിങ്ങൾ ഇപ്പോഴും ശ്രദ്ധിച്ചു, ഇപ്പോഴും എൻ്റെ ബ്ലോക്ക് വെക്കുന്നത് വെച്ചാൽ ഞാൻ വെക്കുന്നതിന് മുമ്പേ കേൾക്കുന്നുണ്ട്. എന്നാന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ ഫ്ലോറിൻ്റെ ബിൽഡിങ് കഴിഞ്ഞിട്ടുണ്ട്. കിടക്കാച്ചിയല്ലേ. ഇനി ഞാൻ നിങ്ങളെ ഒരു എൻട്രൻസും കൂടെ പണിതിട്ട് കാണിക്കാം. അതായിരിക്കും ഇച്ചിരി കൂടെ നല്ലത്. ഈ ഭാഗം മൊത്തം നമുക്കൊന്ന് ക്ലീൻ ചെയ്യണം. എന്നിട്ടൊരു എൻട്രൻസും കൂടെ ഉണ്ടാക്കാം. എന്നിട്ട് നിങ്ങൾ ഞാൻ മൊത്തത്തിൽ ഒന്ന് ചുറ്റി കാണിക്കാം എങ്ങനെയുണ്ടെന്ന്. എൻ്റെ 303,929 ലക്ഷത്തിൻ്റെ IQ ലെവൽ വെച്ചാണ് ഞാൻ എൻ്റെ ബേസിൻ്റെ ഡിസൈനൊക്കെ ചെയ്തിട്ടുള്ളത്. ഏതായാലും ഈ എൻട്രൻസും കൂടെ ഒന്ന് പണിത് കഴിഞ്ഞിട്ട് നിങ്ങളെ ഞാൻ മൊത്തത്തിൽ കാണിക്കാം. ഈ ഭാഗം കാണുന്നതിന് മുമ്പ് എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ വീഡിയോ എടുത്തപ്പം എങ്ങനെ എൻ്റെ ക്ലാരിറ്റി കുറഞ്ഞു പോയി. അതായത് ഈ വീഡിയോയ്ക്ക് ഇച്ചിരി ക്ലാരിറ്റി കുറവുണ്ട്. അത് നിങ്ങളെക്കൊണ്ട് കാണാൻ പറ്റും. പക്ഷേ എന്നാൽ വീഡിയോ കണ്ടോ. ഇനി നിങ്ങളെ ഞാൻ ബേസ് മൊത്തം ചുറ്റി കാണിക്കാം. എല്ലാ പണിയും ഇങ്ങനെ തീർന്നിട്ടുണ്ട്. എൻ്റെ 50,599,555,000,088 ലെവലുള്ള ബുദ്ധി ഉപയോഗിച്ചാണ് ഞാൻ ഈ ഡിസൈൻ മൊത്തം ചെയ്തിരിക്കുന്നത്. അത് കാരണം തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരു മിനിറ്റ്. ഇനി നമുക്ക് അകത്തേക്കോ. എൻട്രൻസ് ഒക്കെ കണ്ടു. എൻട്രൻസിൻ്റെ മൊത്തം പണി കഴിഞ്ഞില്ല. മൊത്തം പണി കഴിഞ്ഞ് ഇതിലും കിടക്കും. നമ്മുടെ ടൈൽസൊക്കെ കണ്ടു. ഞാൻ വെളി രാജ്യത്ത് നിന്ന് ഇമ്പോർട്ട് ചെയ്ത ടൈൽസൊക്കെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. കൊള്ളാല്ലേ. എൻ്റെ ഡിസൈൻ എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു. ഞാൻ ആദ്യമായിട്ട് ഇങ്ങനത്തെ നല്ല ഡിസൈനൊക്കെ ഉണ്ടാക്കുന്നത്. പിന്നെ റൂഫൊക്കെ കൊള്ളാല്ലേ. ഞാൻ മണ്ടയിലോട്ട് ഒത്തിരി ബിൽഡൊന്നും ചെയ്തിട്ടില്ല. പിന്നെ പോർട്ടലിൽ ഞാൻ ഒത്തിരി ബിൽഡൊന്നും ചെയ്തില്ല. കാരണം എനിക്ക് അതിനുള്ള ഐഡിയ കിട്ടിയില്ല. ഇനി മണ്ടയിലോട്ട് എനിക്ക് പിന്നെ എപ്പോഴെങ്കിലും പണിയണം. അതാണ് വിഷയം. അത് കുഴപ്പമില്ല. നമുക്ക് അടുത്ത എപ്പിസോഡിൽ ആണെങ്കിലും ബാക്കി ബിൽഡ് ചെയ്യാം മണ്ടയിലോട്ട്. കാരണം മണ്ടയിലോട്ട് ബിൽഡ് ചെയ്യാനുള്ള ഐഡിയ എനിക്ക് ഒത്തിരി കിട്ടിയില്ല. നേരത്തെ എങ്ങനെയാണോ കിടക്കുന്നത് അതുപോലെ തന്നെയാണ് കിടക്കുന്നത്.
അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എൻ്റെ 3585.88 കോടി ലക്ഷത്തിൻ്റെ ഐക്യ ലെവൽ ഉപയോഗിച്ച ബിൽഡൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അതിനെക്കുറിച്ച് കമൻറ്റ് ഇടുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ഇതൊരിക്കും ബൈ.